കാസ കിച്ചണിലോട്ട് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ് ഗൈസ്. പെരുന്നാളൊക്കെ അല്ലേ, ഫോട്ടോ വെച്ചില് നമ്മുടെ സ്വന്തം കൂട്ടരെയും കൂട്ടി ഒരു നോമ്പ് തുറ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം തോന്നിയ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരു കൂട്ടുകാരി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാ. നമ്മുടെ ഫോട്ടോ വെച്ചില് കാല് കുത്തിയപ്പോ തന്നെ ഞാൻ അവളോട് ഒരു ആഗ്രഹം പറഞ്ഞു, ഒരു നോമ്പ് തുറ. അവള് നേരെ എന്നെയും കൂട്ടി വന്നത് ദേ ഈ കാസ കിച്ചണിലോട്ട്. ഫോട്ടോ വെച്ചിലെ ഒരു നല്ല ഫുഡിംഗ് സ്പോട്ടാണ് കാസ കിച്ചൺ. ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഈ നിൽക്കുന്നത് ആരാന്നറിയോ? ആണ് നമ്മുടെ കാസ കിച്ചന്റെ മുതലാളി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഇഫ്താർ ഞാൻ കൂടാൻ പോകുന്നത്. ഞാൻ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു മഞ്ജു ചേച്ചി, ആസിഫിക്ക, അങ്ങനെ ഒത്തിരി പേര്. ഒത്തിരി കാലത്തിന് ശേഷമുള്ള ഒരു നോമ്പ് തുറ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നോമ്പ് തുറക്കാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ വിളിക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒത്തിരി സ്നേഹത്തിന്റെ ഒരു നോമ്പ് തുറ. വെള്ളം കുടിച്ചതിന് ശേഷം അടുത്തതിന്റെ നോട്ടം ദേ ഇതിലോട്ടാട്ടോ. അങ്ങനെ അതിൽ നിന്നൊരു കാരക്ക എടുത്ത് ഞാൻ എന്റെ നോമ്പ് തുറക്കൊരു തുടക്കം കുറിച്ചു. ആക്ച്വലി കൊച്ചിക്കാര് കട്ട്ലറ്റ് കഴിക്കുമ്പോൾ കട്ട്ലറ്റ് വെറുതെ കഴിക്കാറില്ല. വെള്ളയപ്പം എടുത്തിട്ട്, ഇതാണ് നമ്മുടെ വെള്ളയപ്പം, പാലപ്പം എന്നൊക്കെ പറയും. അതിൽ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും കട്ട്ലറ്റ് കഴിക്കാറ്. പ്രത്യേകിച്ച് നോമ്പെന്നല്ല, എപ്പോഴും കൊച്ചിക്കാരുടെ ഒരു സ്റ്റൈലാണത് കഴിക്കണേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും ട്രൈ ചെയ്തു. സംഗതി കലക്കിണ്ട്. ഉന്നക്ക മാത്രല്ല, നോമ്പ് തുറയ്ക്ക് വേറെയും ഒത്തിരി വിഭവങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ കടുപ്പത്തിലൊരു ചായയും. വൈകിട്ട് ഒരു 8:30 ആയപ്പോഴത്തേക്കിനും ദേ നോമ്പ് തുറയുടെ വിഭവസമൃദ്ധമായ 2ാം ഘട്ടം, നെയ്ച്ചോറും ബീഫ് കറിയും. അതിനുശേഷം ഞാൻ ദേ ലൈഫിൽ ആദ്യമായിട്ട് ഉലുവക്കഞ്ഞി ട്രൈ ചെയ്തു. അടിപൊളി. ഒരാളെ കാണാനല്ലേ. അങ്ങനെ ഒത്തിരി കാലത്തിന് ശേഷം ഒത്തിരി പേരുടെ കൂടെയുള്ള ഈ നോമ്പുതുറ അടിച്ചു പൊളിച്ചു. നോമ്പുതുറയുടെ നല്ലൊരു ഓർമ്മ സമ്മാനിച്ച കാസ കിച്ചണിനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു യാത്രയും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ച ഫോട്ടോച്ചിയിലൂടെ പോകുമ്പോൾ എന്റെ ഓർമ്മകളിൽ ഒരു നല്ല നോമ്പുതുറ കൂടി.